Hey guys, welcome back to channel. Hope you are doing good. അപ്പോൾ കുറേ ദിവസമായില്ലേ ഒരു ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു വീക്ക് ഇൻ മൈ ലൈഫ് ഇല്ലെങ്കിൽ കുറച്ച് അവധി ദിവസത്തെ കലാപരിപാടികളൊക്കെ നമുക്ക് മിക്സ് ആയിട്ട് കാണും. അപ്പോൾ സ്റ്റഡി വ്ളോഗ് ചെയ്യുമോ അതുപോലെ തന്നെ ലെങ്ത് കുറച്ച് കൂട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ. വീഡിയോ എന്തായാലും അവസാനം വരെ കാണാം, എന്നിട്ട് കമൻറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം സൺഡേത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അപ്പോൾ സൺഡേയിലെ ഒരു ഫൺ ഡേ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 7:45 ആയപ്പോഴാണ് എണീറ്റിട്ടുണ്ടായത്. എന്നിട്ട് പിന്നെ രാവിലെ മെയിനായിട്ട് ഒരു പരിപാടി പറഞ്ഞ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ 2-3 ചക്കച്ചോളയൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതാൻ പോയി. ടു ഡു ലിസ്റ്റ് കുറേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അക്കൗണ്ടൻസി പഠിക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ റുട്ടീൻ വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഒരു ഹോം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ ഈവനിങ് ആണ് വീഡിയോ എടുത്തിട്ടുണ്ടായത്. ഈവനിങ് നല്ല മാഗി നമ്മൾ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം നല്ല മഴയുള്ള ക്ലൈമറ്റ്, അതിൻ്റെ കൂടെ നല്ല ഹോട്ട് സൂപ്പി മാഗിയാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷെ വന്നത് സൂപ്പി മാഗി അല്ല എന്ന് മാത്രം. അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മാഗി കഴിച്ചു. എന്നിട്ട് പിന്നെ മാഗി മാത്രം കഴിച്ചാൽ രാത്രി ഫുള്ളാവില്ല. അങ്ങനെ നല്ല ചൂട് രസവും നല്ല ചീരവറവും പിന്നെ പപ്പടമൊക്കെ വെച്ച് നമ്മൾ ഡിന്നറും കഴിച്ചു. എന്നിട്ട് പിന്നെ എന്തെങ്കിലും പഠിക്കാനല്ല, അങ്ങനെ ഒരു 7:50 ആയപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഓറിയന്റേഷൻ കണ്ടു. പിന്നെ ഒരു വീഡിയോയുടെ പകുതി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞായറാഴ്ച കഴിഞ്ഞു പോയത്. എന്നിട്ട് പിന്നെ മൺഡേ നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ട്യൂസ്ഡേ ബസ് സ്ട്രൈക്ക് ആയതുകൊണ്ട് ലീവ് എടുത്തു. അങ്ങനെ വൈകുന്നേരം നല്ല മഴ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടോടുകൂടിയുള്ള പരിപ്പുവടയും നല്ല ഒരു കട്ടൻ ചായയും കുടിക്കുമെന്ന് തോന്നി. അങ്ങനെ അത് കുടിച്ചു. അതാണ് അന്നത്തെ ദിവസം കുറച്ച് വിശേഷം എന്ന് പറയുന്നത്. എന്നിട്ട് തന്നെ നമ്മുടെ അടുത്ത ദിവസം, അതായത് ദേശീയ പതിന ദിവസം, അന്ന് കുറച്ചധികം ഞാൻ പ്രൊഡക്റ്റീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി മടി പിടിച്ചിരുന്നുകൊണ്ട് ഞാൻ റൂമും കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല. ടേബിളിൻ്റെ പോലെ തന്നെ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഞാൻ ഫൈനലി വിചാരിച്ചു ലെറ്റ്സ് ക്ലീൻ ഇറ്റ്. അങ്ങനെ ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വയറിന് ഫില്ലാക്കണമല്ലോ. അങ്ങനെ ഒരു നേന്ത്രപ്പഴമൊക്കെ കഴിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടായില്ല. ഭാരത് ബന്ദ് ആയതുകൊണ്ട് നമുക്ക് രാവിലെ ബന്ധായിരുന്നു. എന്നിട്ടൊരു ഞാൻ വേഗം നമ്മുടെ ക്രാഫ്റ്റ് സപ്ലൈസും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ക്രാഫ്റ്റ് ചാനൽ കാണാത്തവരാണെങ്കിൽ എന്തായാലും ലിങ്ക് താഴെ കൊടുക്കുക, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ നല്ല ചൂടോടുകൂടിയുള്ള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കലായിരുന്നു. നമുക്കന്ന് അത്രയധികം കയ്യൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും അമ്മ നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി കലക്കെ ആക്കി. അപ്പോൾ നല്ല നെയ്ച്ചോറിൻ്റെ ആ ഒരു സ്മെല്ലും അടിപൊളിയായിരുന്നു. അപ്പോൾ പുറത്തു നിന്നാണ് നമ്മൾ കുക്ക് ചെയ്യുന്നുണ്ടായത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നെയ്ച്ചോറ് ഒരു ഇതിലേക്ക് മാറ്റി ഞാൻ അന്ന് ഭയങ്കര വിസ്തരിച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അവർ കുക്ക് ചെയ്യുന്നതും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ദമ്മിടാൻ പോകുന്നതും അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല, പക്ഷേ കാണുമ്പോൾ ഒരു രസം ഉണ്ടായതുകൊണ്ട് ഞാനങ്ങ് വീഡിയോ എടുത്തു. അപ്പോൾ ബിരിയാണി നല്ല അടിപൊളിയായിട്ട് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് ചില്ലറ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നത് മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആണല്ലോ. പിന്നെ +1കാരുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങളെടുത്ത സ്ട്രീം എന്തൊക്കെയാണ്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കൊമേഴ്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾ ട്യൂഷന് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബിരിയാണി സെറ്റായി വരുമ്പോഴേക്കും നല്ല ചിക്കൻ ഫ്രൈയും കൂടെ ഉള്ളതെന്ന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. പിന്നെ നമ്മൾ ബിരിയാണി ദമ്മിനൊക്കെ ഇട്ടു. എന്നിട്ട് പിന്നെ ദമ്മ് പൊളിച്ചു. അപ്പോൾ നല്ല ഒരു നെയ്ച്ചോറിൻ്റെ മണം അങ്ങ് വരുമ്പോൾ തന്നെ ആ ഒരു ബിരിയാണി അടിപൊളിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും ഇടയിലുള്ള ആ ഒരു ബ്രഞ്ചിൻ്റെ ടൈമിലാണ് നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് സാധാരണ ലീവുള്ള ദിവസമൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ആക്കാതെ കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേഗം പോയിട്ട് വിസ്തരിച്ച് അങ്ങ് കുളിച്ചിട്ട് വന്നു. അങ്ങനെ ബിരിയാണിയും കല്ലൊക്കെ കഴിച്ചു, നല്ല അടിപൊളി ബിരിയാണി. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് നോട്ട്സും കല്ലൊക്കെ എഴുതാനുണ്ടായിരുന്നു ബിസിനസ് സ്റ്റഡീസിൻ്റെ. എന്നിട്ട് അതൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം ഒന്ന് പടക്കളം സിനിമ കാണാമെന്ന് വിചാരിച്ചു. ഓൾറെഡി ഞാൻ കണ്ടതായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ചിരിക്കുന്ന ആ ഒരു മെയിനായിട്ടുള്ള ഭാഗങ്ങൾ മാത്രം ഒന്ന് ജസ്റ്റ് കണ്ടു, കുറച്ച് നേരം ചിരിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ NSSൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യലായിരുന്നു. അപ്പോൾ NSS അങ്ങനെ കിട്ടണം അങ്ങനെയൊന്നും ഇല്ല, കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നിങ്ങൾ NSSലെ കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോൾ നമ്മൾ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ ദിവസമായി സ്റ്റഡി വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ലെറ്റ് സ്റ്റഡി. അങ്ങനെ എല്ലാം കൂടെ ഈ ഒരു വീഡിയോ തന്നെ ഞാൻ മിക്സ് ആക്കി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 7 o'clock ആയപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത് എക്കണോമിക്സിലാണ്. കാരണം അടുത്ത ദിവസം ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കൊല്ലലാണ്. അപ്പോൾ അങ്ങനെ എക്കണോമിക്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ചാപ്റ്റർ ആണ് നോക്കിയിട്ടുണ്ടായത്. അപ്പോൾ ടെക്സ്റ്റ് നോക്കിയിട്ടുണ്ടായിട്ടില്ല, നോട്ട്സാണ് നോക്കിയിട്ടുണ്ടായത്. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റിലോട്ട് എല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ടെക്സ്റ്റും കൂടെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പഠിക്കുന്നത്, ഇല്ലെങ്കിൽ അതിനൊരു ബെസ്റ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. അത് നമുക്കും പിന്നെ മറ്റുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവുമല്ലോ. അങ്ങനെ എക്കണോമിക്സ് കുറേ നേരം ഞാൻ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ എക്കണോമി ഇതുവരെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലെ ആ ഒരു 3 ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കലാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അതായത് എല്ലാ സബ്ജക്റ്റും ഒരുമാതിരി ബൈ ഹാർട്ട് പഠിക്കുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ തുടക്കത്തിലുള്ളത്. അക്കൗണ്ടൻസി ഇനിയും പ്രോബ്ലം ബേസ്ഡ് ആ ഒരു ചാപ്റ്റേഴ്സ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വരെ എത്തി, എങ്ങനെയുണ്ട് ക്ലാസ്സസ് ഒക്കെ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക ഒരു ആശ്വാസത്തിന്. ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ജസ്റ്റ് ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാപ്റ്ററിൽ നമുക്ക് തന്ന നോട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കളക്ഷൻ ഡാറ്റ പഠിക്കാനുണ്ട്, അത് കുറച്ചധികം പഠിക്കാനുണ്ട്. ഞാൻ ഇതൊരു തൊട്ടിട്ടില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പഠിക്കണം. എന്നിട്ട് പറ്റിയാൽ ബിസിനസ് പഠിക്കണം, അങ്ങനെ കുറച്ച് പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ഞാൻ ഒന്ന് ബ്രേക്ക് എടുക്കുക, കാരണം തല ചൂടായിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ കുറച്ച് നേരം ബ്രേക്ക് എടുക്കൽ എന്ന പേരിൽ നമ്മൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ച് സ്റ്റഡി ടൈമിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ 8:52 ഇപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ മഴക്ക് വരെ മൂഡ് സിങ്സ് പോലെ ഇപ്പോൾ പെട്ടെന്ന് മഴ പെയ്യുന്നുണ്ട്, നല്ല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം മഴ പെയ്യുന്നതിൻ്റെ. അപ്പോൾ നമുക്കിപ്പോൾ എന്തായാലും പഠിച്ച് തീർക്കണം. സോ എന്തായാലും ഞാൻ ബിസിനസ്സും ഇതും പഠിച്ചേ പറ്റൂ ഇന്ന്. അപ്പോൾ അതുകൊണ്ട് കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യണം. അത് ഇത്രയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീമെറിറ്റ്സ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് പഠിച്ചിട്ട് നമുക്ക് ബിസിനസ് സ്റ്റഡീസിലേക്ക് കടക്കാം. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഫുള്ളായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിട്ടില്ല, പകുതി വരെ പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ വേഗം പോയിട്ട് നമ്മുടെ ഷോർട്സ് ചാലഞ്ചിൻ്റെ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു, എന്നിട്ട് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീക്കിൽ നടന്നിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്ത് വീഡിയോസ് വേണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ.